കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിന്റെ രാജ്യത്ത് എന്നേക്ക് സ്ഥിരമായിട്ട് ഇരിക്കാനുള്ള കാരണം ഒറ്റ കാര്യമുള്ളൂ. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ എടുത്തു വായിക്കാം. 4-ാമത്തെ വാക്യം. ഓക്കെ ഓക്കെ. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ അത് ചട്ടങ്ങൾ തന്നെ ദാവീദിനെ കുറിച്ച് പറയുകയാണ്, സ്വന്തം അപ്പനെ കുറിച്ച് പറയുകയാണ്. എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്ന പോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, എന്നിട്ടാണ് പറയുന്നത്, അങ്ങനെ അപ്പൻ നടന്ന പോലെ നീ നടക്കുകയും എന്റെ പ്രമാണങ്ങളും വിധികളും നീ അതുപോലെ ചെയ്താൽ ഈ സിംഹാസനം എന്നും എന്നേക്ക്, അല്ലെങ്കിൽ നീ മരിക്കുന്നതിന് വേണ്ട നിന്റെ കൂടെ ഉണ്ട്. എന്നാൽ ശലോമോൻ അതിൽ നിന്ന് വീണുപോയി, അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞത്, ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, തന്റെ മുമ്പാകെ, ദൈവത്തിന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നടന്ന ദാവീദ്. ഈ ഇസ്ലാമിക ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ദാവീദിനെ കുറിച്ച് ദൈവം ഇങ്ങനെ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഈ ഊര്യാവിന്റെ ഭാര്യയെ ഇങ്ങനെ തെറ്റായ രീതിയിൽ എടുത്ത ദാവീദിനെ കുറിച്ചാണോ യഹോവ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ. ഇങ്ങനെ നടന്ന ദാവീദിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ആ ഊര്യാവിന്റെ സംഭവം തന്നെ എടുത്താൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത ദാവീദിനെ ഹൃദയ നിർമ്മലതയും പരമാർത്ഥതയും എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാം? നിങ്ങൾ 2 ശമൂവേൽ 12:1 തൊട്ട് 13 വരെ വായിച്ചാൽ മതി. ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല. അവിടെ ദാവീദ് ചെയ്ത്, ഇപ്പൊ അച്ചൻകുഞ്ചാൻ കൃത്യം പറഞ്ഞു ആ കാര്യം. അവിടെ ദാവീദ് ചെയ്ത തെറ്റ് നാഥാൻ ചൂണ്ടിക്കാണിച്ചപ്പോ, ദാവീദ് രാജാവാ, ദാവീദ് അവിടെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യുന്നത്. ദാവീദ് താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിക്കുകയാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം ഈ ശലോമോനോട് പറയുന്നത്, നിന്റെ അപ്പൻ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടി നടന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവന് തെറ്റ് ബോധ്യമായി, അവൻ തെറ്റ് തിരുത്താൻ തയ്യാറായി. അതുകൊണ്ടാണ് യഹോവ ദാവീദിനെ ഹൃദയ നിർമ്മലതയോടെ എന്ന് വിളിക്കുന്നത്. ഒരു തെറ്റ് കണ്ടപ്പോൾ അതിനെ ന്യായീകരിച്ച് കൂട്ടുനിൽക്കുകയല്ല ദൈവം ചെയ്തത്. ദാവീദും ചെയ്തത് തന്നെ ന്യായീകരിക്കുകയല്ല, ദാവീദ് ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിച്ചു. നിങ്ങൾ 2 ശമൂവേൽ 12:13 ഒന്ന് വായിക്കാമോ? 2 ശമൂവേൽ 12:13. ഒരു സെക്കൻഡ് 2 ശമൂവേൽ 12:13. വായിക്കട്ടെ അതോ വായിച്ചു. ആരെങ്കിലും വായിച്ചു? എങ്കിലും വായിച്ചോ. നീ അത് രഹസ്യത്തിൽ ചെയ്തു. അവിടെ തുടങ്ങിയാണ്. വായിച്ചോ ഫാത്തിമേ. 12:13 മുതലല്ലേ? 13. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചുപോകും എന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. അതായത് ഈ 13-ാമത്തെ വാക്യം, ഈ ദാവീദ് നാഥാനോട് ഇങ്ങനെ, അല്ലെങ്കിൽ നാഥാനോട് ദാവീദ് ഇങ്ങനെ, ദാവീദിനോട് നാഥാൻ ഇങ്ങനെ കാര്യം അരുളി ചെയ്തപ്പോ, ഈ അവിടെ ദാവീദ് തിരിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. തന്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് മനസ്താപിച്ചുകൊണ്ട്, ഈ 13-ാം വാക്യത്തിൽ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നാഥാൻ കൊടുക്കുന്ന മറുപടി മാത്രമേ 2 ശമൂവേലിന്റെ 12:13 എന്നാൽ ഇതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ദാവീദ് ഒരു സങ്കീർത്തനം തന്നെ എഴുതുന്നുണ്ട്. ഈ ചെയ്ത തെറ്റിനെ കുറിച്ച് നാഥാൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരെങ്കിലും, അല്ല ഞാൻ തന്നെ വായിക്കാം. സങ്കീർത്തനം 51-ാമത്തെ അധ്യായം മുഴുവനും ദാവീദ് തന്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് യഹോവയോട് കൺഫസ് ചെയ്യുന്ന ഒരു അധ്യായമാണ് സങ്കീർത്തനം 51. സങ്കീർത്തനം 51-ന്റെ അത് ഇങ്ങനെയാണ്, തുടക്കത്തിൽ തന്നെയാണ് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. അതായത് നാഥാൻ പ്രവാചകൻ ദൈവത്തിന്റെ കോപം നിന്റെ, നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ദൈവത്തിന്റെ കോപം നിന്റെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചമച്ച ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ മഹത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം എന്നെ വെടിപ്പാക്കണമേ, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുന്നിൽ ഇരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു,
എന്ന് പറഞ്ഞ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അകൃത്യത്തിൽ ഒരുവാൽ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞ് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഓർത്ത് ദാവീദ് കൺഫസ് ചെയ്യുന്ന ഒരു അധ്യായമാണ് സങ്കീർത്തനം 51. അപ്പൊ അങ്ങനെ കൺഫസ് ചെയ്തുകൊണ്ടാണ് ദാവീദിനെ കൊല്ലാൻ പറ്റില്ല, പക്ഷെ ദാവീദിന്റെ മേൽ ശിക്ഷ ഉണ്ടായി. ആ സ്ത്രീയിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു പോവുക ചെയ്യുന്നു. അത് ദാവീദിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ദാവീദ് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സന്നിധിയിൽ, മരിച്ചു പോകാതിരിക്കാൻ പക്ഷെ ആഹ് ആ ആ ഒരു സന്ദർഭത്തിൽ കുഞ്ഞ് മരിച്ചു പോവുക ചെയ്യുന്നത്. അപ്പോ ഈ ദാവീദിന്റെ മേൽ ദൈവം വിധിച്ച വിധി എന്ന് പറയുന്നത് തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുക. പക്ഷെ ദാവീദ് അവിടെ ചെയ്ത ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് കൺഫസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ശലോമോനോട് പറയുകയാണ്, നിന്റെ അപ്പൻ ദാവീദ് ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടി നടന്നതുപോലെ നടക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൺഫസ് ചെയ്തു നിന്റെ അപ്പൻ. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേക്കണേ, ഇതേ കാര്യം മുഹമ്മദിന് വന്നപ്പോ അള്ളാഹു ദേഷ്യപ്പെടുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചേക്കണം, മുഹമ്മദിന് ഇതേ ഒരു സന്ദർഭം വന്നു. ഇതേ കാര്യം മുഹമ്മദിന് വന്നപ്പോ അള്ളാഹു ശിക്ഷിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നില്ല മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഈ രണ്ട് സംഭവങ്ങൾ, മുഹമ്മദിന്റെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മാര്യത്തുമായിട്ടുള്ള സംഭവം. മാര്യത്തുമായിട്ടുള്ള സംഭവത്തിൽ അള്ളാഹു സപ്പോർട്ട് ചെയ്ത്, അതിനെ എതിർക്കുക മാത്രമല്ല, എതിർത്തില്ലെന്ന് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്ത് ആയത്തിറക്കി കൊടുക്കുകയാണ്. ആയത്തിറക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 66:1 പറയുന്നത്, നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി കേൾക്കൊണ്ട് ഞാൻ നിനക്ക് അനുവദിച്ചെന്ന്. ഏത്? ഈ തോന്നിവാസം, ഭാര്യയില്ലാത്ത നേരം നോക്കി ഭാര്യത്തുമായിട്ട് നടന്ന ഈ സംഭവത്തെ അത് അനുവദിച്ചു തന്നിരിക്കുന്നത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ആരായാലും ശരി ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ നീതിപ്പെട്ട കാര്യമാണ്. അപ്പൊ മുഹമ്മദിൽ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടപ്പോൾ, ദാവീദിൽ തെറ്റ് കണ്ടപ്പോൾ യഹോവ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ദാവീദ് തന്നെ കൺഫസും ചെയ്തു. പക്ഷെ മുഹമ്മദിന്റെ കാര്യം വന്നപ്പോൾ മുഹമ്മദ് കൺഫസ് ചെയ്തില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഇതിന് ആയത്ത് സപ്പോർട്ട് ചെയ്ത് മേടിച്ചെടുക്കുക. ഇത് മാത്രമല്ല, മാര്യത്തിന്റെ വിഷയം മാത്രമല്ല, സഫിയുടെ വിഷയം നിങ്ങൾ നോക്കിയാൽ മതി. സഫിയുടെ വിഷയം ഇതുപോലെ തന്നെ, ദാവീദിന്റെ ഇതേ കാര്യം സ്വന്തം ഭർത്താവിനെ വധിച്ചിട്ടാണ് സഫിയെ വീതിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഭവമാണത്. ഖൈബർ യുദ്ധം നടന്ന സമയത്ത് കിനാനെ ഈ നെഞ്ചത്ത് വിറവുകൊണ്ട് വെച്ച് ക്രൂരമായി കൊല്ലുന്ന, നിധി പുറത്തിറക്കുന്ന, അങ്ങനെ അവരുടെ കുടുംബത്തെ മുഴുവൻ കൊന്ന ശേഷം സഫിയെ ആദ്യം വേറൊരാൾ എടുക്കുന്നു. അതിനുശേഷം മുഹമ്മദ് ഭാര്യയായിട്ട് എടുക്കുന്നു. പിന്നെ ഓരുന്ന വഴിക്ക് 3 ദിവസം വഴിയാത്രയില് അവളുമായിട്ട് ശാരീരത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് പോലും അള്ളാഹു ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇനി മറ്റൊരു സംഭവം കൂടെ നോക്കണം. അപ്പൊ തീർച്ചയായിട്ടും ദാവീദിനെ വെച്ചുകൊണ്ട് ഒരിക്കലും മുഹമ്മദിനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദാവീദ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റിനെ ഓർത്ത് കൺഫസ് ചെയ്യുകയും യഹോവ അതിന്റെ ശിക്ഷ എടുക്കുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് കൺഫസ് ചെയ്ത് തിരിഞ്ഞു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഇവൻ ഹൃദയ നിർമ്മലതയുള്ളവനാണ്. ഇനി രണ്ടാമത്തെ താരതമ്യം എന്ന് പറയുന്നത് ഈ ശത്രുക്കളോടുള്ള സമീപനമാണ്. ദാവീദിന്റെയും മുഹമ്മദിന്റെയും ശത്രുക്കളോടുള്ള ഒരു സമീപനമാണ് നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ബദർ ദിവസം, മുഹമ്മദിന്റെ കാര്യം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ബദർ യുദ്ധം നടന്ന സമയം നിങ്ങൾക്കറിയാലോ. മുഹമ്മദിന്റെ ജീവിതത്തിലെ ഒരു വലിയ ക്രൂരതയാണ് ഈ ബദർ യുദ്ധത്തിന് ശേഷം നടന്ന സംഭവം. ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമിന്റെ അകത്ത് പറഞ്ഞൊരു സംഭവം. അതിനു മുമ്പ് ഞാൻ ഒരു സീറത്ത് വായിക്കാം. മുഹമ്മദിന്റെ സീറത്തില് ഈ ബദർ യുദ്ധത്തിൽ സംഭവിച്ച ഒരു സംഭവം. ബദർ യുദ്ധത്തിന് ശേഷം നിങ്ങൾക്ക് എല്ലാം അറിവുള്ള കാര്യമാണ്. ഈ ബദർ യുദ്ധത്തിന് ശേഷം ആള് എല്ലാം കൊന്ന് വെട്ടിക്കിളർത്തി തള്ളിയിട്ടതിന് ശേഷം മുഹമ്മദ് 3 പ്രാവശ്യം ആ കുഴിയുടെ അടുത്ത് എന്നിട്ട് ഇന്നവന്റെ മകനെ എന്നൊക്കെ പറഞ്ഞ് ആ ശവശരീരങ്ങളെ ആക്ഷേപിക്കുന്ന സംഭവം. അപ്പൊ ഈ കൂടെയുള്ള ആളുകൾ ഈ മുഹമ്മദിന് എന്താ സംഭവിച്ചത്? മരിച്ച ആളുകളോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇബ്നു ഇഷാഖിന്റെ സീറത്തുൽ നബവിയ വോളിയം 2, an account of how the heads of the unbelievers were thrown into the well at the battle of Badr. ബദർ യുദ്ധത്തിൽ അവിശ്വാസികളുടെ തല എങ്ങനെ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നതിന്റെ വിവരണം, പേജ് നമ്പർ 299, 300. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം, ഇബ്നു ഇഷാഖ് സ്റ്റേറ്റഡ്, യസീദ് ഹിം റിംസൻ റിലേറ്റഡ് ടു മീ ഫ്രം വർവ
From Aisha, who said, when the messenger of God ordered that those killed should be thrown into a burial pit, it was done. അതായത് ഈ മരിച്ചുപോയ ആൾക്കാരെ ഈ ശ്മശാന കുഴിയിൽ എറിയണമെന്ന് മുഹമ്മദ് പറഞ്ഞ അനുസരിച്ച് അവരങ്ങനെ തന്നെ ചെയ്തു. ഉമയ്യ ബിൻ ഖലാഫ്, however, was not thrown in because he had swollen up in his armor and quite filled. എന്നാൽ ഉമയ്യ ബിൻ ഖലീഫിനെ അകത്തേക്ക് വലിച്ചെറിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി ഈ പടച്ചട്ടയിൽ ഇങ്ങനെ വീർത്ത് കടിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് എറിയാൻ പറ്റില്ല. When they went to take him out, his body fell apart, so they left him in it and threw it on him the earth and stones they had removed. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തിറക്കാൻ ശ്രമിച്ചു. എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ ഈ പുള്ളിയുടെ ശരീരം രണ്ടായിട്ട് പിളർന്നു പോയി. അങ്ങനെ ആ പിളർന്ന ശരീരം എടുത്ത് അങ്ങനെ കുറച്ചവിടെ ഉപേക്ഷിച്ചു, ബാക്കി ഈ കല്ലും മണ്ണും എല്ലാം നീക്കി കുഴിയിലേക്ക് ഇട്ടു. അങ്ങനെ ആ ഈ കുഴിയിലേക്ക് ഇട്ട ശേഷം അതിനുശേഷം നടന്നൊരു സംഭവം, അങ്ങനെ എല്ലാരെയും കുഴിയിലേക്ക് നടന്ന ശേഷം ഈ കുഴിയിൽ കിടക്കുന്ന ആളുകളെ നോക്കി മുഹമ്മദ് പറയുന്നുണ്ട്, ഓ ഡെനിസീസ് ഓഫ് ദ പിറ്റ്, ഹാവ് യു ഫൗണ്ട് വാട്ട് യുവർ ലോർഡ് ഹാഡ് പ്രോമിസ്ഡ് യു ടു ബി ട്രൂ, ഫോർ ഐ ഹാവ് ഫൗണ്ട് വാട്ട് മൈ ലോർഡ് പ്രോമിസ്ഡ് മീ. കുഴി കിടക്കുന്ന ആളുകളോട്, മരിച്ച ആളുകളോട് മുഹമ്മദ് വന്ന് പറയാണ്, നിങ്ങളുടെ കർത്താവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് ഇപ്പോ നിങ്ങൾ കണ്ടെത്തിയോ? കാരണം എന്റെ കർത്താവ് വാഗ്ദാനം ചെയ്തത് ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് മുഹമ്മദ് ഈ ആളുകളോട് സംസാരിക്കുമ്പോ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഹിസ് കമ്പാനിയൻസ് ആസ്ക്ഡ് ഹിം, ഓ മെസഞ്ചർ ഓഫ് ഗോഡ്, ആർ യു ടോക്കിംഗ് ടു പീപ്പിൾ ഹു ആർ ഡെഡ്? ദൈവത്തിന്റെ ദൂതനെ, നിങ്ങൾ മരിച്ചു കിടക്കുന്ന ആളുകളോടാണോ സംസാരിക്കുന്നത്? ഹി റിപ്ലൈഡ്, they have learned that what their Lord promised them was true. അപ്പൊ പുള്ളി പറയാണ്, അവരുടെ രക്ഷിതാവ് അവരോട് വാഗ്ദാനം ചെയ്തത് എന്താണെന്ന് അവർ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അതിനുശേഷം നടന്ന സംഭവം, അതിനുശേഷം തീർന്നില്ല, അടുത്ത സംഭവം. Ibn Ishaq stated that the Anas bin Halib who was said, the companions of the prophet heard him saying in the middle of the night. അപ്പൊ ആദ്യത്തെ സംഭവം കഴിഞ്ഞു. അതിനുശേഷം പാതിരാത്രി ആയപ്പോ എല്ലാരും കിടന്ന് ഉറങ്ങിയ ശേഷം പാതിരാത്രി അപ്പൊ നബിയുടെ അനുചരന്മാർ അർദ്ധരാത്രിയിൽ പ്രവാചകൻ പറയുന്നത് കേട്ടു. പിന്നെയും വന്നിട്ട്, ഓ ഡെനിസൻസ് ഓഫ് ദ പിറ്റ്, കുഴിയിൽ കിടക്കുന്നവരെ, എന്നിട്ട് ഓരോരുത്തരുടെ പേര് പറയാണ്, ഓ വത്ന ബി റാബിയ, ഓ ഷഹൈബ് ബി റാബിയ, ഓ ഉമൈ ബിൻ ഖാലിഫ്, ഓ അബായിൽ എന്ന ആളുകളുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറയാണ്. അങ്ങനെ കുഴിയുള്ള ഓരോ കിടക്കുന്ന ആളുകളുടെ പേരെടുത്തെടുത്ത് പറയാണ്, ഹി വെന്റ് ടു ദി ഇനൂമർ, ഹാവ് ഫൗണ്ട് യുവർ ലോർഡ് പ്രോമിസ്ഡ് യു ടു ബി ട്രൂ, ഫോർ ഐ ഹാവ് ഫൗണ്ട് വാട്ട് മൈ ലോർഡ് പ്രോമിസ്ഡ് മീ ടു ബി ട്രൂ. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് ഇപ്പോ നിങ്ങൾ കണ്ടെത്തിയോ? കാരണം എന്റെ രക്ഷിതാവ് എന്നോട് വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് ഞാൻ കണ്ടെത്തി. അപ്പം മുസ്ലിമിൽപ്പെട്ട ആളുകൾ പിന്നെയും വന്ന് ചോദിക്കും, ഓ മെസഞ്ചർ ഓഫ് ഗോഡ്, ആർ യു കോളിംഗ് ഔട്ട് ദ ഡീക്കേഡിംഗ് ബോഡീസ്? ആദ്യം ചോദിച്ചു, നിങ്ങൾ മരിച്ച ആൾക്കാരോടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, അവരത് കേൾക്കും, എനിക്കിത് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് ഒന്ന് ചോദിക്കുകയാണ്, ഈ അഴുകിയ ശവശരീരങ്ങളോടാണോ ഇതൊന്ന് പറയുന്നത്? അപ്പൊ മുഹമ്മദ് റിപ്ലൈ ചെയ്യാണ്, യു ഡു നോട്ട് ഹിയർ എനി ബെറ്റർ ദാൻ ദൈ വാട്ട് ഇറ്റ് ഈസ് ഐ സെഡ്, ബട്ട് ദൈ കനോട്ട് ആൻസർ മീ. അദ്ദേഹം മറുപടി പറയാണ്, ഞാൻ പറയുന്നത് അവരെക്കാൾ മികച്ചതായി നിങ്ങൾ കേൾക്കുന്നില്ല, പക്ഷെ അവർക്ക് എന്നോട് ഉത്തരം നൽകാൻ കഴിയില്ല, പക്ഷെ അവര് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ അഴുകിയ ശവശരീരത്തെ വരെ മുഹമ്മദ് തന്റെ ശത്രുക്കളായിരുന്ന അഴുകിയ ശവശരീരങ്ങളെ വരെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. സൈക്കോ എന്നല്ല അതെന്നാ പറയണ്ടേ, ചത്തി കിടന്ന്, ഓക്കെ മുഹമ്മദിന് എന്ത് സംഭവം ഉണ്ടായിക്കോട്ടെ, എന്ത് കാരണം ഉണ്ടെങ്കിലും അഴുകിയ ശവശരീരത്തോട് ഇന്നലെ മാത്രം ഒരു മാന്യത, ഒരു ബഹുമാനത. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ബ്രദറെ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ തന്നെ അഴുകിയ ശരീരം എടുത്ത് തട്ടിയിടുകയല്ലായിരുന്നോ താൻ തന്നെ മരിച്ചപ്പോ? അതെ 3 ദിവസം ശവടക്കിയില്ല. ആ, എന്നിട്ട് തട്ടിയിടേണ്ടി വന്നില്ലേ? കയ്യും കാലും എല്ലാം അഴുകി പിടിച്ചെടുക്കാൻ പറ്റാതെ. ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാനൊരു ഹദീസോട് വായിക്കാം. സുഹീഹ് ബുഖാരി ബുക്ക് നമ്പർ 36, ഹിജ്റയും യുദ്ധവും. അതിന്റെ ഹദീസ് നമ്പർ 1160. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ബദറിൽ കൊല്ലപ്പെട്ടവരോട് നബി സംസാരിച്ചത്. പേജ് നമ്പർ 508ഉം 509. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന്, ബദറിൽ കൊല്ലപ്പെട്ട ആളുകളെ നബി 3 ദിവസം അവഗണിച്ചു. പിന്നീട് അവരുടെ അടുത്തേക്ക് അവരെ വിളിക്കാൻ തുടങ്ങി, അല്ലയോ ഹിസാമിന്റെ മകൻ അബൂജഹൽ, ഖലഫിന്റെ മകൻ ഉമയ്യ, റബിയുടെ മകൻ ഉദ്ബ, റബീഅയുടെ മകൻ ഷൈബ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമായി പുലർന്നത് കണ്ടില്ലേ? എന്റെ രക്ഷിതാവ് എന്നോട് വാഗ്ദാനം ചെയ്തത് സത്യമായി പുലർന്നത് ഞാൻ കണ്ടു. നബി സംസാരിക്കുന്നത് കേട്ട് ഉമർ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനെ, അവർ എങ്ങനെ കേൾക്കാനാണ്? അവർ ചത്തു നാറിയിരിക്കെ എങ്ങനെ
പ്രതികരിക്കാനാണ്. അവിടുന്ന് പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ വശമാണോ അവനാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരുടെ അത്ര നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷെ അവർക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല. അനന്തരം അവരെ ബദറിലെ പൊട്ടക്കിണറ്റിലേക്ക് നീക്കം ചെയ്യാൻ കൽപ്പിച്ചു. അപ്രകാരം അവർ അതിൽ തള്ളപ്പെട്ടു. ഇങ്ങനെയാണ് ഹദീസിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മരിച്ച ആളുകളോട് പോലും, തന്റെ ശത്രുക്കളോട് പോലും ഒരു എന്താ പറയാ, അഴുകിയ ശവശരീരങ്ങളായിട്ട് ഒരു അതിനോട് പോലും ഒരു മാന്യത കാണിക്കാത്ത മുഹമ്മദിനെ എടുത്തു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ദാവീദിനെ ചോദ്യം ചെയ്യുന്നത്. ദാവീദിന് ഇതേ സംഭവം തന്നെ ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ദാവീദിന് ഇതേ അനുഭവം ഉണ്ടായി. എന്താന്ന് ചോദിച്ചാൽ, ദാവീദിനെ കഷ്ടപ്പെടുത്തിയ, ദാവീദിന് ദുരിതം വരുത്താൻ നോക്കിയ ശൗലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള യോനാഥാനും, ശ്രദ്ധിച്ചു കേൾക്കണം, ഇതേ കാര്യം ദാവീദിന് വന്നു. ദാവീദിനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് ദാവീദിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ദാവീദിന് ദുരിതം വരുത്താൻ നോക്കിയ ശൗല് മരിച്ചപ്പോ ദാവീദ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ശൗലും യോനാഥാനും പറഞ്ഞ കാര്യം, ദാവീദ് മുഹമ്മദിനെ പോലെ ശൗലിനെ കുറിച്ച് ഇങ്ങനൊന്നും പറഞ്ഞില്ല. എങ്ങനെ? അല്ലയോ കീശിന്റെ മകനായ ശൗലെ, അല്ലയോ ശൗലിന്റെ മകനായ യോനാഥാനെ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയോ എന്ന് പറഞ്ഞ് മരിച്ച ആൾക്കാരെ കളിയാക്കി അട്ടഹസിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവരുടെ മരണത്തെക്കുറിച്ച് ഓർത്ത്, തന്നെ ശത്രുവായി കണക്കാക്കി ഇത്രത്തോളം കഷ്ടപ്പെടുത്തി അവരുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് പോലും ദാവീദ് വിലപിക്കുക ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 2 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ശൗലിന്റെയും യോനാഥാന്റെയും മരണത്തെക്കുറിച്ച് ഓർത്ത്, തന്റെ ശത്രുവായി പ്രഖ്യാപിച്ച അവരെ കുറിച്ച് ഓർത്ത് ദാവീദ് വിലപിക്കുന്ന ഒരു അധ്യായം അത്. 2 ശമൂവേൽ 1:19. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ ബഹുമാനിച്ചുകൊണ്ട്, ശത്രുവായ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു. ആ മരണവാർത്ത കേട്ടിട്ട്, മുഹമ്മദിനെ പോലെ ആക്ഷേപിച്ചുകൊണ്ടല്ല, ആ മരണവാർത്ത കേട്ടിട്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. ആ വാക്യം ഞാൻ വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഈ മരണവാർത്ത അറിഞ്ഞിട്ട് ദാവീദ് പറയാണ്, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? അപ്പൊ ദാവീദ് ശൗലിനെ കുറിച്ച് പറയാണ്, ശൗലിനെ കുറിച്ചും യോനാഥാനെ കുറിച്ചും പറയാണ്, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ എന്ന് പറഞ്ഞാൽ, നിന്റെ പ്രതാപമായവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരിക്കൽ അഭിഷേകം ചെയ്ത ഇസ്രായേലിന്റെ അധിപതിയാക്കിയ പ്രതാപവാന്മാരായ ഈ ശൗലും യോനാഥാനും പ്രതാപവാന്മാരും വീരന്മാരും. അപ്പൊ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോയവരാണെങ്കിലും ദാവീദിന് അവരെക്കുറിച്ച്, തന്റെ ശത്രുക്കളാണെങ്കിലും അവരെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരിക്കൽ ഇസ്രായേലിന്റെ പ്രതാപമായവരും അങ്ങനെ വീരന്മാരായവരും നിന്റെ നിഹിതത്തിൽ എങ്ങനെ, അല്ലെ ദൈവസന്നിധിയിൽ നിന്ന് പട്ടുപോയതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു അധ്യായമാണ് 2 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പൊ ഇത്തരത്തിൽ ദാവീദിന്റെയും മുഹമ്മദിന്റെയും സ്വഭാവം വെച്ചിട്ടാണോ നിങ്ങൾ താരതമ്യം ചെയ്യാൻ നോക്കുന്നത്? ദാവീദ് തന്റെ ശത്രുക്കൾ മരിച്ചപ്പോൾ പോലും പറഞ്ഞൊരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതേസമയം മുഹമ്മദിന്റെ ശത്രുക്കൾ മരിച്ചപ്പോൾ മുഹമ്മദ് പറഞ്ഞെന്താ? ഇത് വെച്ചിട്ടാണോ നിങ്ങൾ മുൻ പ്രവാചകന്മാരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് ആണെന്ന് പറയുന്നത്? അപ്പൊ ദയവേത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഏത് പുരുഷന്മാരെ എടുത്തോ, ബൈബിൾ പ്രകാരം ഏത് ചീത്ത ക്യാരക്ടറായിട്ടുള്ള ആളുകളെ നിങ്ങൾ എടുത്തോ, മുഹമ്മദുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ? അവർക്കൊക്കെ മുഹമ്മദിനേക്കാൾ പിന്നെയും മാന്യതയുണ്ട്. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇതിനെതിരെ ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ തെളിവ് വെച്ച് തന്നെ പറയണം. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് യഹോവ ശിക്ഷ കൊടുത്തതും ദാവീദ് കൺഫസ് ചെയ്തതും ദാവീദിന്റെ ശത്രുക്കളോടുള്ള തന്റെ സമീപനമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. മറിച്ച് മുഹമ്മദിന്റെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി. ബദർ യുദ്ധവും അതുപോലെ തന്നെ ഖൈബർ യുദ്ധവും നടന്ന സംഭവത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാണ് ശത്രുക്കളോടുള്ള സമീപന രീതി. അപ്പൊ ദാവീദിനെ വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മുഹമ്മദുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വാൾ ഒരിക്കലും ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് യെരുശലേം ദേവാലയം പണിയാനുള്ള അനുവാദം യഹോവ കൊടുത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വാള് നീങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ദാവീദിന്റെ കൈകളിൽ രക്തം തന്നെയുണ്ട്. ശൗലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേൽ ജനം പാടിക്കൊണ്ടിരുന്നത്, ശൗലിന് അസൂയ തോന്നാൻ തന്നെ കാരണം ഇതാ: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അപ്പൊ ശൗലിന് ഇത് കേട്ടപ്പോ അസൂയ തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം കേട്ടപ്പോ ശൗലിന് ഭയങ്കര സന്തോഷം തോന്നി. ശൗല് 1000 കൊന്നു. അടുത്ത കാര്യം, ദാവീദോ 10,000 കൊന്നു, അല്ലെങ്കിൽ 10,000 പരാജയപ്പെടുത്തി. അപ്പൊ ദൈവത്തിന്റെ കൃപയാല് ശൗല് ആദ്യം സ്ഥാനമേറ്റ ശേഷം പിന്നീട് ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകത്തക്ക അസൂയയും തന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നടന്നപ്പോൾ
ദാവീദ് തന്റെ ജീവിതത്തിൽ ശത്രുവാണെങ്കിൽ പോലും തന്റെ ശത്രുക്കളോട് പലപ്പോഴും ഈ ശൗലിനെതിരെ ആയുധം കൊടുക്കാൻ ദാവീദിന്റെ ആളുകൾ തുനിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ദാവീദ് പറഞ്ഞ കാര്യം ഒരിക്കലും വരുത്, ദൈവം ഒരിക്കൽ അഭിഷേകം ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾ കൈവെക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൈവസന്നിധി ഇല്ലെങ്കിലും അവരെ ദൈവം ഒരിക്കൽ അഭിഷേകം ചെയ്തതാ. അതുകൊണ്ട് തന്നെയാണ് ഈ ദാവീദിന്റെ ഈ 2 ശതമാനം ഞാൻ ഇച്ചിരി മുമ്പ് വായിച്ച സംഭവം, ഇസ്രായേലിന്റെ പ്രതാപവാന്മാരെന്ന് ഒരിക്കൽ ശൗലിനെ കുറിച്ച് പറയാൻ കാരണം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള ദാവീദിനെ കുറിച്ച്, ഹൃദയപരമാർത്ഥതയും നിർമ്മലതയും, ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള ദാവീദിനെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മുഹമ്മദിനെ വെച്ചുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ തന്നെ ഒരു ഉളുപ്പ് വരത്തില്ലേ? ഈ മുഹമ്മദിന്റെ ജീവിതത്തെ വെച്ചുകൊണ്ടാണോ നിങ്ങൾ ദാവീദിനെ ആക്ഷേപിക്കാൻ നടക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ബൈബിളിൽ നിങ്ങൾ ഒരു കാര്യം എടുക്കുമ്പോൾ ആദ്യം സ്വന്തം കിതാബിലേക്ക് ഇത് കണ്ടു നോക്കണം. നിങ്ങൾ ദാവീദിനെ വെച്ചുകൊണ്ട് പോലും നിങ്ങൾക്ക് മുഹമ്മദിനെ ന്യായീകരിക്കാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, നമ്മുടെ മറ്റു സഹോദരന്മാരുണ്ടെങ്കിൽ മറ്റു സഹോദരന്മാരോട് സംസാരിച്ചോട്ടെ. ഇനി ഇതിനെതിരെ ആർക്കെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ തെളിവ് വെച്ച് വന്നിട്ട് ചുമ്മാ വന്ന് ഞാൻ അടിക്കും.